ഹായ്, എല്ലാവർക്കും കിങ് ആൻഡ് ക്യൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കുക്കിംഗ് ആണ് പനീർ ബട്ടർ മസാല. അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വ്ളോഗ്സ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയ സവാള ചെറുതാക്കിയോ വലുതാക്കിയോ അരിഞ്ഞത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്, അത് കുഴപ്പമില്ല. പിന്നെ തക്കാളി 2 എണ്ണം വേണം. പച്ചമുളക് 250 ഗ്രാം പനീറാണ് ഇത്. കാഷ്യൂനട്ട്. മസാലയ്ക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പേസ്റ്റ് വേണേൽ ഉപയോഗിക്കാമേ, ജീരകം വറുത്തിട്ട് പൊടിച്ചത്, ഏലക്ക ചതച്ച് പൊടിച്ചത്, മഞ്ഞപ്പൊടി, ഗരം മസാല പൊടി. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ട്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ടേസ്റ്റിന് ആഡ് ചെയ്താൽ മതി. ടൊമാറ്റോ സോസ്. പിന്നെ ബട്ടർ, അതാണല്ലോ മെയിൻ. ബട്ടറും വേണം. ആദ്യം നമുക്കൊരു പാൻ എടുത്ത് ചൂടായി അതിനകത്തോട്ട് ബട്ടർ ചേർക്കാം. ബട്ടർ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക, കരിയരുത്, നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ലാഗാവാതിരിക്കാനാണ് കേട്ടോ ഇടയ്ക്ക് കട്ട് ചെയ്തത്. സവാള ഒരു ഏകദേശം വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്യാം. സവാള ഒരിക്കലും കരിയരുത്, അതിന് മുമ്പ് തന്നെ കാഷ്യൂനട്ട് ആഡ് ചെയ്തു. ഇനി ആഡ് ചെയ്യേണ്ടത് പച്ചമുളകും തക്കാളിയും. ഇത് നല്ലപോലെ വഴണ്ടെടുക്കണം, തക്കാളിയും പച്ചമുളകും ഒക്കെ. സവാള എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ വഴണ്ട് വരണം. ഇപ്പം നമ്മൾ മസാലാസ് പൊടികളോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വഴട്ടിയെടുത്ത് അരച്ചെടുക്കാനാണ് പോകുന്നത്. ഒരു ഏകദേശ പരുവം വരെ. പിന്നെ തക്കാളി നമുക്ക് വലുതായിട്ടൊക്കെ അരിഞ്ഞുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് അരച്ചെടുക്കാനുള്ളതല്ലേ. നല്ലപോലെ ഇളക്കാം. ഇത് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എക്സ്ട്രാ അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ടേസ്റ്റോ അങ്ങനെയുള്ള എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. സവാളയും തക്കാളി നല്ലപോലെ വഴണ്ടതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ തന്നെ എടുക്കാം, പക്ഷെ ഒരു ടേസ്റ്റിനൊരു ഡിഫറൻസ് ഉണ്ടാവും അരച്ചെടുത്തു കഴിഞ്ഞാൽ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത്തിരി വെള്ളം ഒഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചൂടുവെള്ളം ഒഴിക്കണമെന്നേ ഉള്ളൂ. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇതിനുശേഷം നമ്മൾ വീണ്ടും ആ പാത്രത്തിലോട്ട് കുറച്ച് ബട്ടർ കൂടെ. ഈ സമയത്ത് ബട്ടർ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. ബട്ടർ ഇടുക. ബട്ടർ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പേസ്റ്റ് അരച്ചു വെച്ച ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യേണ്ട കേട്ടോ. ബാക്കി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് എടുക്കാവുന്നതാണ്. ജാറിലിരിക്കുന്ന ബാക്കിയുള്ളതൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി ഇടണം.
മുളക് പൊടി മാത്രം ആദ്യം ഇടുക. അത് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ എല്ലായിടത്തും ഒന്ന് മിക്സായി പിടിക്കണം. അതിനുശേഷം പതുക്കെ ഇട്ടാൽ മതി, എല്ലാം കൂടെ ഒരുമിച്ചൊന്നും ഇടണ്ട. മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടെ ഗ്രേവിയുടെ എല്ലാ ഭാഗത്തേക്കും പിടിക്കണം. അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ളത് ഇടാവൂ. ഏകദേശം പൊടി എല്ലായിടത്തും ഒന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്യാം. ഏകദേശം നല്ലപോലെ മിക്സായി അത് കുറച്ചു നേരം ഇരിക്കണം. അതിൻ്റെ പച്ചമണമുണ്ട്, അത് മാറണം. അത് മാറുന്ന വരെ നമ്മളത് അതുപോലെ വെക്കുക. മൂടി വെച്ച് വേവിക്കണം. അങ്ങനെ വേവിക്കാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ട് ചെറുതായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ പച്ചമണം മാറുന്ന ആ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആദ്യം ഇടേണ്ടതായിരുന്നു. ഉപ്പിട്ട് കൊടുക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അത് നല്ലൊരു പ്രത്യേകത. അത് എല്ലാ കറികൾക്കും അങ്ങനെ ഇടുന്നത് നല്ലതായിരിക്കും. കേട്ടിട്ടുണ്ട്, എനിക്ക് അത്ര അറിയത്തില്ല. ഈ സമയത്ത് വേണം നമുക്ക് ഗ്രേവി എങ്ങനെയുണ്ട്, അതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോ, എന്തിൻ്റെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ നോക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിനി പനീർ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പനീറോട് ഇനി അതിനകത്ത് കിടന്ന് നല്ലപോലെ ആ ഗ്രേവി എല്ലാം പനീറിലേക്ക് ഇറങ്ങി ചെന്ന്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഗ്രേവി വേറെ പനീർ വേറെ, പനീർ ഒറ്റയ്ക്ക് തിന്നാൻ ടേസ്റ്റ് ഇല്ലല്ലോ. അതിൻ്റെ മസാല എല്ലാം കൂടെ പനീറിലേക്ക് പിടിച്ച് കയറി അങ്ങനെ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടണം കറക്റ്റായിട്ട്. ഇനി ബാക്കി നമ്മൾ അതിനകത്ത് വെച്ചിരുന്നില്ലേ ഏലക്കാപ്പൊടി, പിന്നെ ജീരകം വറുത്തിട്ട് പൊടിച്ചത്, അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ടൊമാറ്റോ സോസ് പിന്നീട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ വന്നില്ല കേട്ടോ. ഫ്രൂട്ടോമാൻസിൻ്റെ ആയിരുന്നു, എന്തോ പറ്റിയോ അങ്ങനെ വരുന്നതല്ല. എക്സ്പയറിയും കഴിഞ്ഞതല്ലായിരുന്നു, പക്ഷേ നല്ല ജെൽ കൺസിസ്റ്റൻസി ഭയങ്കര ഹാർഡായിരുന്നു. ഓപ്ഷനിലാണ് നമ്മുടെ സോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇഷ്ടമാണെങ്കിൽ. പിന്നെ നമുക്കത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് അടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണിതൊക്കെ. പഞ്ചസാര 1 സ്പൂണ്, 1 ടേബിൾ സ്പൂണോ. പിന്നെ ഫ്രഷ് ക്രീം എനിക്ക് പെട്ടെന്നുള്ളൊരു പ്രിപ്പറേഷൻ ആയിരുന്നുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. വീട്ടിൽ തന്നെ ഒരു ദിവസം കൊണ്ട് ഞാൻ പാലിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഫ്രഷ് ക്രീമാണ്. അതുകൊണ്ട് ക്വാണ്ടിറ്റി ഇച്ചിരി കുറഞ്ഞു പോയി. നല്ലപോലെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം, എന്നാലായിരിക്കും അതിൻ്റെ ടേസ്റ്റ് വേറൊന്നായിരിക്കും. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം ഒരു പരുവായിട്ടുണ്ട്.
നമ്മുടെ ബട്ടർ മസാല റെഡി ആയിരിക്കും. ഇത് നമ്മളൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുക. എനിക്ക് മല്ലിയില ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മല്ലിയിലയൊന്നും വെച്ച് ഡെക്കറേറ്റ് ഒന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ പനീർ ബട്ടർ മസാല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ പുതിയ റെസിപ്പീസ് നമ്മൾ വ്ലോഗ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിൽ പോകാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അടുത്തുള്ള സ്ഥലങ്ങളായാലും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണാം. ബൈ.